റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ട്രേഡ് കാണിച്ചു. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ട് പാറ്റേൺ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. 2 ദിവസം മുമ്പേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ഇതാണ് സ്റ്റോറി. ഇത് 2 ദിവസം മുമ്പേ ഉള്ള ചാർട്ടാണ്. ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതേ സാധനമല്ലേ ഈ കാണുന്നത്? ഇതിനെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയും. ആദ്യം നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്താണെന്ന് നോക്കാം. നോർമലി ഈ ഒരു പാറ്റേൺ ഒരു അപ് ട്രെൻഡിന്റെ അവസാനമാണ് ഉണ്ടാവുന്നത്. ഇതാണ് ചാർട്ട്, അതിന്റെ ലൈൻ ചാർട്ടാണിത്. ഈ ഒരു പാറ്റേണിൽ നടുവിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് 2 സൈഡിലുള്ളതിനേക്കാൾ ഹൈറ്റ് കൂടുതലായിരിക്കും. ഇനി ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നെക്ക് ലൈൻ അല്ലെങ്കിൽ ബേസ് ലൈൻ എന്നാണ് പറയുന്നത്. വൺസ് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല മൊമെന്റത്തോടെ ചാർട്ട് താഴോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഈ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡിലുള്ള ചാർട്ടിൽ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഒരു ഷോർട്ട് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ നോർമലി ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനമാണ് ഉണ്ടാവുന്നത്. മുൻപ് കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നെക്ക് ലൈൻ ആണ്. അതിനെ ബ്രേക്ക് ചെയ്ത് ഈ ചാർട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മൊമെന്റത്തോടെ ഇത് മേലോട്ടേക്ക് പോകുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു നെക്ക് ലൈൻ വരച്ച് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. 1 hour ടൈം ഫ്രെയിമിലാണ് ഇത് ഞാൻ അനലൈസ് ചെയ്തത്. അതിനുശേഷം ഒരു 5 minute ക്യാൻഡിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാനൊരു എൻട്രി എടുത്തത്. ഈ ഒരു കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലൊരു മൊമെന്റം ക്യാച്ച് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.